ആദ്യ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. ഉഭയസമ്മതപ്രകാരമാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതെന്നും ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ല എന്നുമാണ് രാഹുലിന്റെ വാദം. രാഹുലിന് മുൻകൂർ ജാമ്യം നൽകരുത് എന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. ഒന്നാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് ഹൈക്കോടതി വിധി പറയുക. ബലം പ്രയോഗിച്ചതും ഗർഭചിത്രത്തിന് നിർബന്ധിച്ചതുമടക്കം പ്രഥമ വിവര മൊഴിയിലുള്ള കാര്യങ്ങൾ ഗൗരവകരമാണെന്ന് കോടതി വാക്കാൽ നേരത്തെ അഭിപ്രായപ്പെട്ടിരുന്നു. മാർച്ച് 17-ന് പാലക്കാട് എത്തിയപ്പോൾ രാഹുൽ ബലം പ്രയോഗിച്ചുവെന്നും കുട്ടി വേണമെന്നാവശ്യപ്പെട്ടത് രാഹുലാണെന്നും എഫ്ഐഎസിലുണ്ട്. വാട്സാപ്പ് ചാറ്റുകളും അതിന് തെളിവാണ്. ഗർഭചിത്രത്തിന് അതിജീവിതയ്ക്ക് താൽപര്യമില്ലാഞ്ഞിട്ടും വീഡിയോ കോളിൽ വിളിച്ച് ഇക്കാര്യം ആവശ്യപ്പെട്ടുവെന്നതും കോടതി ചൂണ്ടിക്കാട്ടി. അതേസമയം രാഹുൽ വിവാഹിതയായ യുവതിയുമായി ഉഭയസമ്മതപ്രകാരം ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടതിൽ നിയമപരമായി എന്താണ് തെറ്റെന്നും ജസ്റ്റിസ് കൗസർ എടകപ്പത്ത് ചോദിച്ചിരുന്നു. അവിവാഹിതനായതിനാൽ ധാർമ്മികമായും തെറ്റില്ലെന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. രാഹുൽ MLA ആണെന്നും സ്വാധീനമുള്ള വ്യക്തിയാണെന്നുമായിരുന്നു പ്രോസിക്യൂഷൻ വാദം. പരാതിക്കാരിക്കെതിരെ വ്യാപകമായ സൈബർ ആക്രമണമാണ് നടക്കുന്നത്. ഇതുവരെ അക്കാര്യത്തിൽ 36 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരുന്നു. ജനം, കൊച്ചി.